ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ കേരളയാണ് പഠിക്കുന്നത്. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് വരുന്നതിന് മുമ്പ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിക്കാൻ ഇടയാക്കപ്പെട്ട നിയമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. 2005 ഈ ഒരു ആക്ട് നിലവിൽ വന്നതോടെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസ് നിലവിൽ വരുന്നത്. ഈ ഒരു നിയമം 23 ഡിസംബർ 2005 പാസ്സാക്കപ്പെട്ടു. ഇത് നിലവിൽ വന്നത് 2005 ഡിസംബർ 26 നിലവിൽ വരുന്നത്. എന്താണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഡിസാസ്റ്ററിന്റെ എഫിഷ്യന്റ് മാനേജ്മെന്റ് ആണ് ഉദ്ദേശം. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ 11 ചാപ്റ്റേഴ്സും 79 സെക്ഷൻസും ആണുള്ളത്. ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് നോഡൽ മിനിസ്ട്രി. ഈ ഒരു വകുപ്പിനാണ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാനേജ്മെന്റിനുള്ള റെസ്പോൺസിബിലിറ്റി. ഈ ഒരു മാനേജ്മെന്റ് ആക്ട്, ഈ ഒരു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഒരുപാട് പ്രൊവിഷൻസ് കൊടുക്കുന്ന ഒരു ആക്ട് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള റെസ്പോൺസിബിലിറ്റിയോടൊപ്പം തന്നെ ഗവൺമെന്റിന് വേണമെങ്കിൽ ഇതിനു വേണ്ടി എമർജൻസി ഫണ്ട് റേസ് ചെയ്യാനുള്ള അധികാരം ഒക്കെയുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ തുടർന്ന് ദേശീയ തലം മുതൽ, നാഷണൽ ലെവൽ മുതൽ ഡിസ്ട്രിക്ട് ലെവൽ വരെ കമ്മിറ്റീസ് ഫോം ചെയ്തു, അല്ലെങ്കിൽ അതോറിറ്റീസ് ഫോം ചെയ്തു. അതിൽ ഏറ്റവും അപ്പെക്സ് ലെവൽ അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതിന് താഴേക്കുള്ള ലെവലിലാണ് നമ്മുടെ സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. 9 മെമ്പേഴ്സ് വരെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. എന്താണ് ഈ ഒരു അതോറിറ്റിയുടെ ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ, ഫ്രെയിമിംഗ് പോളിസീസ്, പ്ലാൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന എല്ലാ പോളിസീസ്, പ്ലാൻസ്, ഗൈഡ് ലൈൻസ് ഇതെല്ലാം ഫ്രെയിം ചെയ്യുക, ഇതെല്ലാം രൂപീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ലെവലിൽ വരുന്ന കമ്മിറ്റിയാണ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ, നാഷണൽ ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അവരെ അസിസ്റ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന പല ഡിപ്പാർട്ട്മെന്റിലെയും സെക്രട്ടറി ലെവൽ ഓഫീസേഴ്സ് ചേർന്നിട്ടുള്ളതാണ് ഈ കമ്മിറ്റി. അതായത് ഹോം, ഹെൽത്ത്, പവർ, ഫിനാൻസ് ആൻഡ് അഗ്രികൾച്ചർ. പ്രധാനമായിട്ടും ഈ ഒരു മിനിസ്ട്രീസിന്റെ സെക്രട്ടറി ലെവൽ ഓഫീസേഴ്സ് ആണുള്ളത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന്റെ പ്രിപ്പറേഷൻ ആണ് ഇവരുടെ ഒരു ഡ്യൂട്ടി. അത് മാത്രമല്ല, ഇതിന്റെ വർഷം തോറുമുള്ള ഇതിന്റെ ഒരു റിവ്യൂ, അതൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ ചുമതല. ഇതിനെ ആനുവൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഈ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് ചേർന്നിട്ട് എല്ലാ വർഷം തോറും ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് അടുത്ത പദ്ധതി രൂപീകരിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ്. മൂന്നാമത്തെ ലെവലിൽ വരുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന് ശേഷം, 2005 ആക്ടിന് ശേഷമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സംസ്ഥാനങ്ങളിലെ ഡിസാസ്റ്ററിനെ കൈകാര്യം ചെയ്യുക, അങ്ങനെ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അതോറിറ്റിയുടെ ഡ്യൂട്ടി. ചീഫ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ഹെഡ്. അതോടൊപ്പം 8 മെമ്പേഴ്സ് ഈ ഒരു അതോറിറ്റിയിൽ കാണും. ഒരു സംസ്ഥാനത്തിൽ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്കാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി വരുന്നത്. സ്റ്റേറ്റിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഹയർ ലെവലിൽ വരുന്നത്. നാലാമത്തെ ലെവലിൽ ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് അതോറിറ്റിയാണ്. ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് വരുന്നത്, അതിന്റെ ഹെഡ് ജില്ലാ കളക്ടറാണ്. കൂടാതെ ചിലപ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ആവാം. അടുത്ത് അഞ്ചാമതായിട്ട് വരുന്നത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. ഇവരുടെ ഒരു ടാസ്ക്, ഇതൊരു ഫോഴ്സ് ആണ്. ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ ഇടപെടുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നമ്മളെ റിക്കവറിക്ക് സഹായിക്കുന്ന ഫോഴ്സ് ആണ്.
ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിൽ വേഗം റെസ്പോണ്ട് ചെയ്യുക, ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡ്യൂട്ടി. ഇവരല്ലാത്ത സമയങ്ങളിൽ, ഡിസാസ്റ്റർ ഇല്ലാത്ത സമയങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തുക, ഇതിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് നടക്കുക, ഇതൊക്കെയായിരിക്കും ആ സമയത്ത്. അല്ലാതെ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഈ ഒരു സേനയാണ് അത് മാനേജ് ചെയ്യാൻ ഉള്ളത്. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി 2007 മെയ് 4-നാണ് ഫോം ചെയ്തത്. 2005 ആക്ട് പ്രകാരം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 10 മെമ്പേഴ്സോളം ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡേഴ്സ്, ഡിസാസ്റ്റർ നോട്ടിഫിക്കേഷൻസ്, സർക്കുലർ, ആനുവൽ റിപ്പോർട്ട്സ്. ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ്, അതുപോലെ ആനുവൽ റിപ്പോർട്ട്സ് തയ്യാറാക്കുക, സർക്കുലേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡ്യൂട്ടീസും KSDMAയ്ക്കാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ചീഫ് മിനിസ്റ്റർ ആണ്. വൈസ് ചെയർമാൻ റവന്യൂ മിനിസ്റ്റർ ആണ്. ഇത് കൂടാതെ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറും ചീഫ് സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടുന്ന എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും ഉണ്ട്. എന്താണ് നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മോട്ടോ എന്ന് ചോദിച്ചാൽ ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ സുരക്ഷായനം എന്ന് പറയാം. ഇതാണ് നമ്മുടെ KSDMAയുടെ മോട്ടോ. ഇതിൽ കാണുന്നത് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ലോഗോയാണ്. ഇത് 2011-ലാണ് ഈ ഡിസൈൻ ഇത് ഫോം ചെയ്തത്, ഇത് നിലവിൽ വന്നതും. ഈ ഒരു ലോഗോ ഇതിലൂടെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ട് ആണെന്നാണ് പറയുന്നത്. കളക്റ്റീവ് എഫേർട്ട് ആണ്. ഇതിൽ 24 സ്പോക്സ് ആണുള്ളത്. ഇങ്ങനെ ഈ കാണുന്ന ഓരോരോ ആരോസ്, അല്ലെങ്കിൽ ഈ ഒരു ആരോസ് ആയിട്ട് ഈ ബ്ലൂ കളറിൽ കാണുന്നത് 24 എണ്ണമാണുള്ളത്. അപ്പം ഇത് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഒരു ക്ലോക്കിനെയാണ്, 24 അവേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ 24 അവേഴ്സ് കോൺസ്റ്റന്റ്, അതായത് എപ്പോഴും അത് കോൺസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അത് എല്ലാവരുടെയും കളക്റ്റീവ് എഫേർട്ട് എന്നാണ് ഈ ഒരു സിമ്പൽ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയാം ഡിസാസ്റ്ററുകൾ തന്നെ പല തരത്തിലുണ്ട്. അതിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ ചില ദുരന്തങ്ങൾ, ചില ഡിസാസ്റ്റേഴ്സിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ദുരന്തങ്ങളുണ്ട്. അല്ലാതെ തന്നെ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ ഡിസാസ്റ്ററിനെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്ന് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഒരു സംസ്ഥാനത്തിൽ മാത്രം ഉള്ള കൂടുതലായിട്ട് കാണുന്ന ഡിസാസ്റ്ററിനെ ആ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്ന് വിളിക്കാം. അങ്ങനെ നമ്മുടെ കേരളം ഡിസാസ്റ്റേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത കുറച്ച് ഡിസാസ്റ്റേഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ഡിസാസ്റ്റേഴ്സ് ആണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. അതിലൊന്ന് കോവിഡ്, പിന്നെ ഹീറ്റ് വേവ്സ്, സൺബേൺ, സൺസ്ട്രോക്ക്, സോയിൽ പൈപ്പിംഗ്, പിന്നെ ലൈറ്റ്നിങ്, കോസ്റ്റൽ ഇറോഷൻ. അവസാന ഈ ലിസ്റ്റിൽ 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അത് ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഈ 2024 ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ കുറിച്ചുള്ള വാർത്തകളിൽ നമ്മൾ കാണുന്ന ഒരു പോയിന്റ് ആണ് ഓറഞ്ച് ബുക്ക്. ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസിലുണ്ടായിരുന്നു, നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഈ ഓറഞ്ച് ബുക്ക് അനുസരിച്ച് ഡിസാസ്റ്ററിനുള്ള പ്രിപ്പറേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്താണ് ഈ ഓറഞ്ച് ബുക്ക്? ഇത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ആക്ഷൻ ടു ബി ടേക്കൺ ഇൻ ദ ഈവന്റ് ഓഫ് എനി നാച്ചുറൽ ഡിസാസ്റ്റർ. ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, സുരക്ഷാ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ഒരു ബുക്കാണ് ഓറഞ്ച് ബുക്ക്. ഈ ഒരു ഓറഞ്ച് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ചാണ് ഒരു ഡിസാസ്റ്റർ വരുമ്പോഴത്തേക്കുമുള്ള പ്രവർത്തനങ്ങൾ. KSDMAയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കവചം, ഓപ്പറേഷൻ കവചം. ഓപ്പറേഷൻ കവചം മീൻസ്
ഇൻസ്റ്റാളിംഗ് സൈറൻസ് ടു വാൺ പീപ്പിൾ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്രമീകരണമാണ്. പ്രത്യേകിച്ചും ഈ ടോൾ ബിൽഡിങ്സിൽ, നാട്ടിൽ കാണുന്ന ഗവൺമെന്റ് ബിൽഡിങ്സ്, അതുപോലെ ടോൾ ടവേഴ്സ്, സ്കൂൾ ബിൽഡിങ്സ്, ഇതിലൊക്കെ സൈറൻസ് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ പ്രീ വോയിസസ് റെക്കോർഡ് കാണും. വ്യത്യസ്തങ്ങളായിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് അതിലൂടെ സൈറൺ അല്ലെങ്കിൽ ഒരു റെക്കോർഡഡ് വോയിസിലൂടെ ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ കവചം.